പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സുമ്മ അതിമ്മു സിയാമ ഇലൽ ലൈൽ എന്ന ഭാഗമാണ് പഠിക്കുകയുണ്ടായത്. ഏതാനും അനുബന്ധ മസ്അലകളും മനസ്സിലാക്കുകയുണ്ടായി. വകുലു വഷ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ എന്നിടത്ത് ഒരു അനുബന്ധ മസ്അല ഉണർത്താനുള്ളത് ഇതാണ്. നമ്മൾ പഠിച്ച വചനം സുമ്മ അതിമ്മു സിയാമ ഇലൽ ലൈൽ. അല്ലാഹു സുബ്ഹാനഹു വതആല സിയാമിനെ രാവ് വരേക്കും പൂർണ്ണമായി നിർവഹിക്കുവാൻ, പൂർത്തീകരിക്കുവാൻ കൽപ്പിച്ചു. അതുകൊണ്ട് തന്നെ അകാരണമായി നോമ്പ് മുറിക്കുക, നഷ്ടപ്പെടുത്തുക എന്നുള്ളത് ഈ കൽപ്പനയോടുള്ള ലംഘനമാണ്. നോമ്പിൻ്റെ പവിത്രതയെ, റമദാൻ പകലിനുള്ള പവിത്രതയെ കെടുത്തുക എന്നുള്ളത് ഗൗരവപ്പെട്ട വിഷയമാണ്. അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു ഹദീസ് ഇമാം ഇബ്നു ഖുസൈമ നിവേദനം ചെയ്യുന്നത് ഇപ്രകാരമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉറങ്ങിക്കിടക്കെ രണ്ടുപേർ വന്ന് തിരുദൂതരുടെ പാർശ്വഭാഗങ്ങൾ, കണങ്കൈ ഭാഗം കൂട്ടിപ്പിടിച്ച് കയറാൻ പ്രയാസകരമായ ഒരു മലയുടെ അടുക്കലേക്ക് കൊണ്ടുപോയി എന്നാണ്. അങ്ങനെ ആ മല കയറാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിച്ചു. എനിക്ക് ഇത് കയറുവാൻ പ്രയാസകരമാണെന്ന് തിരുദൂതർ അറിയിച്ചു. അപ്പോൾ രണ്ടുപേർ ഞങ്ങൾ താങ്കളെ സഹായിക്കാം, എളുപ്പമാക്കാം എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മല കയറിയ വിഷയം പറയുന്ന വിശാലമായ ഒരു ഹദീസ് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഫസഇതു ഹത്താ ഇദാ കുൻതു ഫീ സവാഇൽ ജബൽ. ഞാൻ ആ മല കയറി അതിൻ്റെ നെറുകയിൽ എത്തിയപ്പോൾ ഇദാ ബി അസ്വാത്തിൻ ഷദീദത്തിൻ, ശക്തമായ ശബ്ദങ്ങൾ കേൾക്കുകയായി എന്നാണ്. മാ ഹാദിൽ അസ്വാത്ത്, ഈ ശബ്ദങ്ങൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഹാദാ ഉവാഉ അഹ്ലിന്നാർ, നരകവാസികളുടെ വിളിയാണ്, ദീനരോധനമാണ് എന്ന് പറഞ്ഞു എന്നാണ്. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. അതിന് തുടർച്ചയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് സുമ്മൻ തലഖാബി, പിന്നെ ആ രണ്ടുപേർ എന്നെയും കൊണ്ടുപോയി ഫൈദ അന ബി ഖൗമിൻ, അങ്ങനെ ഞാനൊരു വിഭാഗത്തിൻ്റെ അരികിലെത്തി. മുഅല്ലഖീന ബി അറാഖീബിഹിം, അവരുടെ കാൽ മടമ്പുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. മുശഖഖത്തിൻ അഷ്ദാഖുഹും, അവരുടെ വായയുടെ ഇരുഭാഗവും പിളർക്കപ്പെട്ടിരിക്കുന്നു. തസീലു അഷ്ദാഖുഹും ദമ, ആ വായയുടെ ഇരുഭാഗങ്ങളിലൂടെയും രക്തം ഒലിച്ചിറങ്ങുന്നു. മൻ ഹാ ഉലായി, ഇവരാരെന്ന് ഞാൻ ചോദിച്ചപ്പോൾ കൊണ്ടുപോയ രണ്ടുപേർ പറഞ്ഞത് ഹാ ഉലാ ഇല്ലദീന യുഫ്തിറൂന ഖബ്ല തഹില്ലതി സൗമിഹിം, നോമ്പ് തുറക്കാൻ സമയമാകുന്നതിന് മുമ്പ് നോമ്പ് തുറന്നിരുന്ന, നോമ്പ് നഷ്ടമാക്കിയിരുന്ന ആളുകളാണ് ഈ കൂട്ടർ എന്നാണ് പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, അവർക്കുള്ള ശിക്ഷ. അവരുടെ കണങ്കാൽ കെട്ടിത്തൂക്കപ്പെട്ടിരിക്കുന്നു, ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ വായിൽ നിന്ന് ചോര പിളർക്കപ്പെട്ട ചെറിഭാഗങ്ങളിലൂടെ ഒലിച്ചിറങ്ങുന്നു. അപ്പോൾ നോമ്പ് എടുത്ത് നോമ്പ് ഇലല്ലയിൽ, രാവ് വരേക്ക് പൂർത്തീകരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അകാരണമായി നോമ്പ് പാഴാക്കുന്നത് ഗൗരവപ്പെട്ട വിഷയമാണ്. ഇത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിമ്മു സിയാമ ഇലല്ലൈൽ എന്ന ഈ കൽപ്പന അറിയിക്കുന്നത് വിസാലായുള്ള നോമ്പ് പാടുള്ളതല്ല എന്നാണ്. സൂര്യൻ അസ്തമിച്ച് മറയുവോളമാണ് നോമ്പെടുക്കാൻ അള്ളാഹു പറയുന്നത്. ഇലല്ലൈൽ വഗാബത്തി ഷംസു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കിയല്ലോ. എന്താ ഈ വിസാലായ നോമ്പ്? നോമ്പ് മുറിക്കാനുള്ള സമയമായിട്ട് നോമ്പ് മുറിക്കാതെ നോമ്പ് തുടർത്തലാണ് വിസാൽ. തതാബുഉ സൗം മിൻ ഗൈരി ഇഫ്താരിൻ ബില്ലൈൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുവദിക്കപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ പ്രത്യേകമാക്കപ്പെടുകയും ചെയ്ത ഒരു വിഷയമാണ് വിസാൽ. അത് ഉമ്മത്തികൾക്ക് വിലക്കി. നോമ്പ് മുറിക്കാതെ, നോമ്പ് തുറക്കാതെ
രാത്രിയിലേക്ക് നോമ്പ് തുടർത്തിയാൽ നോമ്പുകാരന് ശാരീരിക ക്ഷീണം, ശക്തിക്ഷയം, പിന്നെ നിർബന്ധമായി എടുക്കേണ്ട നോമ്പെടുക്കാൻ കഴിയാത്ത അവസ്ഥ, മറ്റു താഴത്തുകൾ നിസ്കാരം, ഖിയാം, ഖിറാഅത്തുൽ ഖുർആൻ പോലുള്ളത് നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥ വരിക, പിന്നെ മടുപ്പുണ്ടാവുക. അങ്ങനെ മടുത്താൽ നിർബന്ധ ബാധ്യത പോലും ഉപേക്ഷിക്കുവാൻ അത് കാരണമായി തീരും. ഇതിനാലൊക്കെയാണ് വിസാലായ നോമ്പ് ഉമ്മത്തികൾക്ക് വിലക്കപ്പെട്ടത് എന്ന് അൽ ഖത്താബി റഹിമഹുല്ല ഉണർത്തിയിട്ടുണ്ട്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, നഹാഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ വിസാലി റഹ്മത്തൻ ലഹും. ഉമ്മത്തികളോട് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിസാൽ വിലക്കിയത് അവരോടുള്ള കാരുണ്യത്താലാണ് എന്ന് മഹദി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുവാസിലു ഫിസ്സൗം, നോമ്പിൽ നിങ്ങൾ വിസാലാക്കരുത് എന്ന് പറഞ്ഞാൽ നോമ്പ് മുറിക്കാതെ രാത്രിയിലേക്ക് ഉപവാസം, വ്രതാനുഷ്ഠാനം തുടർത്തരുത്. ഫയ്യുക്കും ഇദാ അറാദ അൻ യുവാസില ഫല്യുവാസിൽ ഹത്ത സഹർ. ഇനി ആരെങ്കിലും വിസാലാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് സഹർ വരെ മാത്രം, ഇടയത്തായം കഴിക്കുന്ന സമയം വരേക്ക് മാത്രം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു. അപ്പോൾ സഹാബികൾ ചിലർ, ഇന്നക തുവാസിലു യാ റസൂലല്ലാഹ്, തിരുദൂതരെ അങ്ങ് വിസാലാക്കുന്നുണ്ടല്ലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചു, അയ്യുക്കും മിസ്ലി, നിങ്ങളിൽ ആരാണ് എന്നെ പോലെ? ഇന്നി ലസ്തു ക അഹദി മിൻകും, ഞാൻ നിങ്ങളിൽ ആരെപ്പോലെയുമല്ല. ഇന്നി അബീതു യുത്ഇമുനി റബ്ബി വയസ്ഖീനി, ഞാൻ രാത്രി കഴിച്ചു കൂട്ടുമ്പോൾ എനിക്കെൻ്റെ റബ്ബ് അന്നമേകുന്നു, എന്നെ കുടിപ്പിക്കുന്നു. ഇതൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അനുബന്ധമായി പറഞ്ഞു, ഫലാ തുകല്ലിഫു അൻഫുസകും മിനൽ അമലി മാ ലൈസ ലക്കും ബിഹി താഖ, അതുകൊണ്ട് നിങ്ങൾക്ക് താക്കത്തില്ലാത്ത, കഴിവില്ലാത്ത അമലിന് നിർബന്ധിക്കരുത്. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം സഹാബത്തിന് ഉണർത്തിയെന്നാണ്. അനസ് റളിയല്ലാഹു അൻഹു ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയുന്നത്, ഫലമ്മ അബൗ അൻ യൻതഹു അനിൽ വിസാൽ, വിസാലിനെ തൊട്ട് വിരമിക്കാൻ സഹാബികളിൽ ചിലർ വിസമ്മതിച്ചപ്പോൾ, വാസല ബിഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ആഖിരി ഷഹർ എന്നാണ്. റമളാൻ മാസത്തിൻ്റെ ഒടുവിൽ സഹാബികളെയും കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിസാലാക്കി, നോമ്പ് മുറിക്കാതെ തുടർത്തി. യൗമൻ സുമ്മ യൗമൻ, ഒരു ദിവസം, അടുത്ത ദിവസം, സുമ്മ റഔൽ ഹിലാൽ എന്നാണ്, പിന്നീട് മൂന്നാം ദിവസം അവർ മാസം കണ്ടു എന്നാണ്. അപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലൗ തഅഖറൽ ഹിലാലു ലവാസൽതു വിസാലൻ യദഉൽ മുതഅമ്മിഖൂന തഅമ്മുഖഹും, മാസം പിന്തിയിരുന്നുവെങ്കിൽ ഞാൻ വിസാൽ തുടർത്തുമായിരുന്നു. ഈ തീവ്ര നിലപാടുകാർ, ക്ലേശം പേറാൻ തൽപരരാകുന്നവർ, അവരുടെ ആ തീവ്രത അവർ വെടിയട്ടെ, ഒഴിവാക്കട്ടെ. കൽ മുനക്കിലിലഹും ഹീന അബൗ അയ്യന്തഹു, വിസാലാക്കരുതെന്നുള്ള ആ വിലക്കിൽ നിന്ന് വിരമിക്കാൻ അവർ വിസമ്മതിച്ചപ്പോൾ അവർക്കൊരു ശിക്ഷ എന്ന നിലക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വിസാലാക്കി നോമ്പെടുക്കുകയും ഇപ്രകാരം പറയുകയും ചെയ്തത് എന്നാണ് അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു മസ്അല, സുപ്രധാന മസ്അല, വിസാലായ നോമ്പ് അത് വിലക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വചനം ആ വിഷയം അറിയിക്കുകയും ചെയ്യുന്നു. അള്ളാഹു പറഞ്ഞത് സുമ്മ അതിമ്മു സിയാമ ഇലൽ ലൈൽ എന്നാണ്. രാത്രിയിലേക്ക്, സൂര്യാസ്തമയം വരെ നോമ്പിനെ നിങ്ങൾ തുടർത്തുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയത്. ഇവിടെ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചു പോയ വചനം, അവിടെയും ഇതുപോലെ ഒരു അനുബന്ധ വിഷയം മനസ്സിലാക്കുവാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും വകുലു വഷ്റബു അനുവാദം നൽകിയത് ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ, ഫജ്ർ വ്യക്തമാകുന്നത് വരേക്കുമുള്ള സമയമാണ്. ബാങ്ക് വിളി ഫജ്ർ പ്രകടമായി വ്യക്തമായി എന്നതിൻ്റെ അറിയിപ്പാണ്. ഒരാൾ ബാങ്ക് വിളി കേൾക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അയാൾക്കത് തുടർത്താമോ? അതല്ല, അയാൾ വായിൽ വെച്ചത് വരെ തുപ്പി
നോമ്പ് തുടങ്ങണോ? ഫുഖഹാക്കൾക്കിടയിൽ ഈ വിഷയത്തിൽ സംസാരമുണ്ട്. കയ്യിലിരിക്കുന്ന പാത്രം ഉടനടി നിലത്ത് വെക്കാനും വായിലുള്ളത് വരെ തുപ്പാനുമാണ് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെയൊക്കെ അഭിപ്രായം. ഈ വിഷയത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അബൂ ദാവൂദും അതേപോലെ ഇമാം അഹ്മദ് മുസ്നദിലും നിവേദനം ചെയ്ത ഒരു ഹദീസ്, ഇദാ സമിഅ അഹദുകുമുൻ നിദാ, നിങ്ങളിൽ ഒരാൾ ബാങ്ക് വിളി കേട്ടാൽ, വൽ ഇനാഉ അലാ യദിഹി, തൻ്റെ കയ്യിൽ പാത്രമുണ്ടായിരിക്കെ, ഭക്ഷണപാത്രമുണ്ടായിരിക്കെ, ഫലാ യദഉഹു ഹത്താ യഖ്ദിയ ഹാജതഹു മിൻഹു, ആ പാത്രം അവൻ വെക്കേണ്ടതില്ല തൻ്റെ ആവശ്യം അതിൽ നിന്ന് നിർവഹിക്കുന്നത് വരെ, ഭക്ഷിച്ച് കഴിയുന്നത് വരെ. ഇതാണ് ഹദീസിൻ്റെ അറിയിപ്പ്. ഈ ഹദീസ് പ്രകാരമാണ് ചിലർ പാത്രത്തിലുള്ളത് ഭക്ഷിക്കാം, വായിലുള്ളത് തിന്നിറക്കാം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇവിടെ ആയത്തിൻ്റെ അറിയിപ്പ് ഏറെ വ്യക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വകുലു വശ്റബു എന്ന് പറഞ്ഞിട്ട് ഹത്താ യതബയ്യന ലക്കും, നിങ്ങൾക്ക് വ്യക്തമാകുന്നത് വരെ, പ്രകടമാകുന്നത് വരെ. എന്ത്? അൽ ഫജ്ർ. ഇവിടെ നമ്മൾ ഇതിനു മുമ്പത്തെ ക്ലാസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ ഫജ്റു ഫജ്റാനി, ഫജ്ർ രണ്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഫജ്റിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ച ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ളത് വിശദീകരിച്ചിരുന്നു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കി പറഞ്ഞു, ഫജ്റുൻ തഹ്റുമു ഫീഹി സ്വലാ വ യഹില്ലു ഫീഹി തആം, നിസ്കാരത്തെ, ഫജ്ർ നിസ്കാരത്തെ വിലങ്ങുകയും ഭക്ഷണം കഴിക്കുന്നത് നോമ്പുകാർക്ക് അനുവദനീയമാക്കുന്നതുമായ ഫജ്ർ, അതാണ് അൽ ഫജ്റു അൽ കാദിബ് അല്ലെങ്കിൽ അൽ ഫജ്റുൽ അവൽ. എന്നാൽ വഫജ്റുൻ യഹ്റുമു ഫീഹി തആം, ഭക്ഷണം നിഷിദ്ധമാക്കുന്ന, നോമ്പുകാർക്ക് നിഷിദ്ധമാക്കുന്ന ഫജ്ർ. വതഹില്ലു ഫീഹി സ്വലാ, ഫജ്ർ നിസ്കാരത്തെ അനുവദിക്കുന്ന ഫജ്ർ, അതാണ് അൽ ഫജ്റു സാനി അല്ലെങ്കിൽ അൽ ഫജ്റു സാദിഖ്. അതേപോലെ തന്നെ അൽ അഹ്മർ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട ഫജ്ർ. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കി, യഹ്റുമു ഫീഹി തആം, ഭക്ഷണം കഴിക്കുന്നത് വിലക്കുന്ന ഫജ്ർ. അതുകൊണ്ട് തന്നെ പല പണ്ഡിതന്മാരും പറഞ്ഞത്, ഫജ്ർ ആയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നവരുടെ വിഷയത്തിൽ, അല്ലെങ്കിൽ ഫജ്ർ ആകാൻ അടുത്തിരിക്കുന്നു, സമയം അടുത്തിരിക്കുന്നു എന്ന് ഉറപ്പുള്ളവരുടെ വിഷയത്തിലാണ് അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസ്, ബാങ്ക് വിളി കേൾക്കുകയും പാത്രം കയ്യിലിരിക്കെ അത് വെക്കേണ്ടതില്ല തൻ്റെ ആവശ്യം ഭക്ഷിക്കുന്നത് വരെ എന്നുള്ളത്. ചിലർ പറഞ്ഞത് അത് മഗ്രിബ് ബാങ്കിൻ്റെ വിഷയത്തിലാണ്. പാത്രം കയ്യിലിരിക്കെ മഗ്രിബ് ബാങ്ക് വിളിക്കുകയാണ് എങ്കിൽ വേഗം നോമ്പ് തുറക്കട്ടെ എന്ന അർത്ഥത്തിലാണ് എന്ന് പറഞ്ഞ ചില പണ്ഡിതരുണ്ട്. പക്ഷെ അത് സുബഹി ബാങ്ക് കേൾക്കുന്ന വിഷയത്തിൽ തന്നെയാണ് എന്നുള്ളതാണ് ശരി. എന്നാൽ ഫജ്ർ ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ സംശയിക്കുന്നവരുടെ വിഷയത്തിൽ ചിലപ്പോൾ ബാങ്ക് വിളി ചിലർ സമയമാകുന്നതിൻ്റെ കുറച്ച് മുമ്പൊക്കെ ആയിട്ട് കൊടുത്തു തുടങ്ങുന്ന, വിളിച്ചു തുടങ്ങുന്ന അവസ്ഥയുണ്ടാകാറുണ്ടല്ലോ. അപ്പോൾ നോമ്പെടുക്കുന്നവർ ഫജ്ർ അടുത്തു എന്ന നിലക്ക് ഭക്ഷിക്കുകയാണെങ്കിൽ അവരുടെ വിഷയത്തിലാണ് ഈ ഹദീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞത്, വായിൽ വെച്ചത് ചവച്ചിറക്കുന്നതിൽ, വായിൽ കൊണ്ടത് കുടിച്ചിറക്കുന്നതിൽ പ്രശ്നമില്ല. ബാങ്ക് വിളി കേട്ട് തിന്നു തുടങ്ങാൻ പാടുള്ളതല്ല, കുടിക്കാനും പാടുള്ളതല്ല. ബാങ്ക് വിളി കേട്ട് പോയി പാത്രം എടുത്ത് കുടിക്കുക, ഭക്ഷണം എടുത്ത് കഴിക്കുക, അതൊരിക്കലും അനുവദനീയമല്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ വചനം നന്നേ വ്യക്തമാണ്. ഹത്താ യതബയ്യന ലക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴി നമ്മൾ കേട്ടു, ഫജ്റുൻ തഹ്റുമു ഫീഹി സ്വലാ വ യഹില്ലു ഫീഹി തആം വ ഫജ്റുൻ യഹ്റുമു ഫീഹി തആം വ തഹില്ലു ഫീഹി സ്വലാ. പണ്ട് കാലങ്ങളിലെ പോലെയല്ല ഇന്ന്. 1400 വർഷങ്ങൾക്കപ്പുറം ഉദയം അറിയുവാൻ ചക്രവാളങ്ങളിലേക്ക് കണ്ണു നട്ട് അവിടെ നിന്നുള്ള പ്രകാശ പ്രസരണം അതളന്ന് അത് നോക്കി നോമ്പുറപ്പിക്കുന്ന, നിസ്കാര സമയം ഉറപ്പിക്കുന്ന
സ്ഥിതിവിശേഷമായിരുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ മേഘം മൂടിയും പൊടി പറന്നുമൊക്കെ ഉദയദർശനം സാധ്യമാകാതെ വരുന്ന അവസ്ഥയുണ്ടാകും. അത്തരം ഘട്ടങ്ങളെക്കുറിച്ചായിരിക്കാം ഒരു വേള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് എന്ന് പോലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് അത്തരം ചില കേസുകളുടെ വിഷയത്തിലാണ്, ഒരു പൊതുവിധി തരുന്ന വിഷയമല്ല എന്നാണ് സൂക്ഷ്മാലുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഈ ആധുനികതയിൽ ഉദയസമയം കൃത്യമായി നിർണിതമായി പല മാധ്യമങ്ങളിലൂടെ നമുക്കറിയാൻ തരപ്പെടുത്തപ്പെട്ട ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ ഉദയം ഇന്ന സമയം എന്നറിഞ്ഞാൽ പിന്നെ ആ സമയം ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും ശയ്യാസഹനവുമൊക്കെ നിർത്തുക, അവസാനിപ്പിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതാണ് സൂക്ഷ്മത. നമ്മൾ കേട്ടല്ലോ, നോമ്പിൻ്റെ പകലിൽ നോമ്പിനെ പാഴാക്കിയാൽ അതിൻ്റെ കുറ്റം എത്ര, അതിനുള്ള ശിക്ഷ എത്ര എന്ന് അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ. അതുകൊണ്ട് വളരെ ഗൗരവം കാണണം ഈ വിഷയത്തിൽ എന്നാണ് ഇവിടെ ഉണർത്തുവാനുള്ളത്. ഇനി നമുക്ക് തുടർന്ന് പഠിക്കുവാനുള്ളത് വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ് എന്ന ഭാഗമാണ്. വലാ തുബാശിറൂഹുന്ന, നിങ്ങൾ അവരെ മുബാശറ ചെയ്യുകയുമരുത്. വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്, നിങ്ങൾ മസ്ജിദുകളിൽ ഉഖൂഫ് ഇഴ്തികാഫ് ഇരിക്കുന്നവർ ആയിരിക്കെ എന്നാണ്. ഇവിടെ രണ്ട് വാവുണ്ട്. ഇവിടെ വാവ് വാവുൽ അത്ഫാണ്, എന്നർത്ഥം ദ്യോതിപ്പിക്കാൻ. ഇവിടെ വാവ് വാവുൽ ഹാലാണ്, ആയിരിക്കെ ആയിക്കൊണ്ട് എന്ന അർത്ഥം ദ്യോതിപ്പിക്കുന്ന വാവുൽ ഹാൽ. അപ്പോൾ വലാ തുബാശിറൂഹുൻ, പുരുഷന്മാരോടാണ് അഭിസംബോധന. ലാ നാഹിയയാണ്. ലാ തുബാശിറു, നിങ്ങൾ സംസർഗത്തിൽ സംഭോഗത്തിൽ ഏർപ്പെടുന്നത്, ഹുന്ന അവർ സ്ത്രീകളുമായി. വലാ തുബാശിറൂഹുൻ, നിങ്ങൾ സ്ത്രീകളുമായി സംസർഗത്തിൽ ഏർപ്പെടുകയും അരുത്. വഅൻതും, നിങ്ങൾ ആയ അവസ്ഥയിൽ ആയിരിക്കെ. ആരായിരിക്കെ? ആകിഫൂൻ. ആകിഫൂൻ എന്നാൽ അൽ ഉഖൂഫ് എന്ന് പറയും. അത് മുലാസമയെ അറിയിക്കും, അതേപോലെ മുദാവമയെ അറിയിക്കും. വിടാതെ കൂടുക, നിത്യമായി തുടരുക. മുലാസമ എന്ന് പറഞ്ഞാൽ നിത്യമായി തുടരുക, വിടാതെ കൂടുക. മുദാവമ പറഞ്ഞാൽ നിത്യമായി ദായിമായി ഉണ്ടാവുക എന്നുള്ളതാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചതായി വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അംബിയായിൽ പറഞ്ഞില്ലേ, മാ ഹാദിഹി തമാസീലുല്ലതി അൻതും ലഹാ ആകിഫൂൻ. വിഗ്രഹങ്ങളുടെ അടുക്കൽ ബൗദ്ധവിശ്വാസികൾ ഭജനയിൽ വിടാതെ കൂടി പ്രാർത്ഥന നിരതമായി തുടർന്നതിനെ ചോദ്യം ചെയ്യുകയാണ്. നിങ്ങൾ നിത്യമായി വിടാതെ കൂടുന്ന ഈ വിഗ്രഹങ്ങൾ ഇതെന്താണ് എന്ന്. അവിടെ ആകിഫൂൻ, അതേ പ്രയോഗമാണ് ഇവിടെ ആകിഫൂൻ. ഉഖൂഫ്, അതേപോലെ ഇഅ്തികാഫ്, അതേപോലെ അൽ ജിവാർ എന്നൊക്കെ ഹദീസിൽ കാണാം. ഇഅ്തകഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തകിഫ്. അതേപോലെ അൽ ജിവാർ, നിയത്തോടു കൂടി ഒരു പ്രത്യേക രീതിയിൽ മസ്ജിദിൽ കഴിയുന്നതിനാണ് ഇഅ്തികാഫ് എന്ന് പറയാം. അൽ ലുബ്സു ഫിൽ മസ്ജിദി അലാ സിഫത്തി മഖ്സൂസത്തിൻ ബിനിയ്യ. ഇഅ്തികാഫിൻ്റെ നിയത്തോടു കൂടി ഒരു പ്രത്യേക രീതിയിൽ മസ്ജിദിൽ തങ്ങുക, കഴിയുക, അതാണ് ഇഅ്തികാഫ്. ഒരിക്കൽ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുമ ചോദിക്കപ്പെട്ടു, ഋതുമതിയായ ഒരു സ്ത്രീ എനിക്ക് ഇഅ്തികാഫിലായിരിക്കെ സേവനം ചെയ്യാൻ പാടുണ്ടോ, അല്ലെങ്കിൽ വലിയ അശുദ്ധിയുള്ള സ്ത്രീ എന്നോട് അടുക്കാൻ പാടുണ്ടോ? ഇതാണ് ഉർവയോട് ഒരാൾ ചോദിച്ചത്. അപ്പോൾ അതിന് ഉർവ പറഞ്ഞ മറുപടി, കുല്ലു ദാലിക അലയ്യ ഹയ്യനുൻ, അതെല്ലാം സാധ്യമാണ്. വ കുല്ലു ദാലിക തഖ്ദുമുനി,
ഋതുമതിയും വലിയ ശുദ്ധിയുള്ളവരും എനിക്ക് ഖിദ്മത്ത് എടുത്തിട്ടുണ്ട്, സേവനം ചെയ്തിട്ടുണ്ട്. വലൈസ അലാ അഹദിൻ ഫീ ദാലിക ബഅസുൻ, അതിൽ ഒരാൾക്കും ഒരു കുഴപ്പമില്ല. അഖ്ബറത്നി ആയിഷത്തു, അതാണ് നമ്മുടെ വിഷയം. ഉർവ പറയണ ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്ത്? അന്നഹ കാനത് തുറജ്ജിലു റഅസ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയ ഹായിദ്. മഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തല ചീകി കൊടുത്തിട്ടുണ്ട് അവർ ഋതുമതിയായിരിക്കെ. വ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഇദിൻ മുജാവിറുൻ ഫിൽ മസ്ജിദ്, അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദിൽ മുജാവിറാണ്. മുജാവിർ എന്ന് പറഞ്ഞാൽ ഇഅ്തികാഫിരിക്കുന്നവൻ. യുദ്നി ലഹ റഅസഹു വഹിയ ഫി ഹുജ്റതിഹ ഫതുറജ്ജിൽഹു വഹിയ ഹായിദ്. മസ്ജിദിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ തല ആയിഷ റളിയല്ലാഹു തആല അൻഹ ഹുജറയിലായിരിക്കെ, വീട്ടിൻ്റെ ആയിഷ റളിയല്ലാഹുവിൻ്റെ വീട് അതിൻ്റെ മുറ്റത്തുള്ള ഹുജറ, അതിൽ നിന്നാണ് മസ്ജിദിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു ഹുജറയിലാണ്, അവിടേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ തല തൂക്കിയിട്ട് കൊടുക്കും. ഫതുറജ്ജിൽഹു, അപ്പം മഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ചീകി കൊടുക്കും. വഹിയ ഹായിദ്, അവർ ഋതുമതിയായിരിക്കെ. ഞാനിത് കൊണ്ടുവന്നത് ഒക്കൂഫ്, ഇഅ്തികാഫ്, ജിവാർ എന്നൊക്കെ പറയുന്നത് നിയ്യത്തോടു കൂടി മസ്ജിദിൽ ഒരു പ്രത്യേക രീതിയിൽ താമസിക്കുന്നതിന് പറയുന്ന വിവിധ പേരുകളാണ്. അതിൽ നിന്നുള്ള നാമമാണ് ഇവിടെ ആകിഫൂൻ, ഇഅ്തികാഫിരിക്കുന്നവർ എന്ന അർത്ഥത്തിൽ പ്രയോഗം വന്നത്. വ അൻതും ആകിഫൂന ഫിൽ മസ്ജിദ്, മസ്ജിദിൽ നിങ്ങൾ ഇഅ്തികാഫിരിക്കുന്നവരായിരിക്കെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ഇഅ്തികാഫിരിക്കേണ്ട ഇടം അത് മസ്ജിദാണ്. വലാ തുബാശിറൂഹുന്ന വ അൻതും ആകിഫൂന ഫിൽ മസാജിദ് എന്നത്, ഈ പ്രയോഗങ്ങൾ ചില മസ്അലകളെ അറിയിക്കുന്നു. ഈ ഒരു അനുബന്ധം അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് എന്തിന്? ഇതിനു മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫൽ ആന ബാശിറൂഹുൻ, നോമ്പിൻ്റെ രാവുകളിൽ നിങ്ങൾ സ്ത്രീകളുമായി സംസർഗത്തിൽ ഏർപ്പെടുക, അത് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു, അതിൽ നിങ്ങൾക്ക് ഇളവുണ്ട്. അപ്പോൾ ആളുകൾ നോമ്പുകാരായിരിക്കെ ഇഅ്തികാഫിൽ കഴിയുന്നവരുണ്ടാകുമല്ലോ. ഇഅ്തികാഫ് വലിയ പുണ്യമാണ്. ഇഅ്തികാഫ് നോമ്പിൻ്റെ പകലിലും രാവിലുമൊക്കെ തുടരുന്ന ഇബാദത്താണ്. അപ്പോൾ റമദാൻ്റെ രാവിൽ ഭാര്യമാരെ പ്രാപിക്കാൻ ഇളവ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു. ഫൽ ആന ബാശിറൂഹുൻ, അപ്പം മുഅ്തകിഫ് ഇഅ്തികാഫ് ഇരിക്കുന്നവനും ആ ഇളവുണ്ടെന്ന് ധരിച്ച് ഇഅ്തികാഫിൻ്റെ സമയം ഭാര്യമാരെ പ്രാപിക്കാൻ ആളുകൾ തുനിഞ്ഞേക്കും. പക്ഷേ ഇഅ്തികാഫിൽ അതിൻ്റെ സമയം ഭാര്യമാരെ പ്രാപിക്കാൻ പാടുള്ളതല്ല. അതിനാലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വലാ തുബാശിറൂഹുൻ എന്ന് ഇവിടെ ഈ ഒരു വിലക്ക് അവതരിപ്പിച്ചത്. ഈ ഇഅ്തികാഫ് ഒരു വ്യക്തി തൻ്റെ ശരീരത്തെ, ദേഹത്തെയും ദേഹിയെയും ഒരുപോലെ അള്ളാഹുവിനുള്ള ഇബാദത്തിനെ ഏൽപ്പിക്കലാണ്. അള്ളാഹുവിനോടുള്ള സാമീപ്യം കാക്ഷിച്ചുകൊണ്ട് ഭൗതിക ചിന്തകളിൽ നിന്നും വ്യവഹാരങ്ങളിൽ നിന്നുമൊക്കെ അകന്ന് അള്ളാഹുവിനോടുള്ള സാമീപ്യം. ഇഅ്തികാഫിരിക്കുന്നവൻ അള്ളാഹുവിന് വേണ്ടി ഇഅ്തികാഫിരിക്കുന്നു എന്ന നിയ്യത്തിൽ മസ്ജിദിൽ തൻ്റെ സമയം നിസ്കാരത്തിൽ, ദിക്റിൽ, ദുആയിൽ, ഖുർആൻ പാരായണത്തിൽ മലക്കുകളെപ്പോലെ വിലക്കുകളൊന്നും ഇല്ലാതെ കൽപ്പിച്ചത് അനുഷ്ഠിച്ച് ലാ യഅസൂന അല്ലാഹ മാ അമറഹു വ യഫ്അലൂന മാ യുഅ്മറൂൻ എന്ന് പറഞ്ഞതുപോലെ വയുസബ്ബിഹൂന അൽ-ലൈല വൻ-നഹാർ ലാ യഫ്തുറൂൻ, രാവിലും പകലിലും തസ്ബീഹിൽ, ദിക്ർ, ദുആകളിൽ മടുപ്പ് കാണിക്കാതെ, ക്ഷീണം പ്രകടിപ്പിക്കാതെ ആരാധനയിൽ സജീവരായി കഴിയുക, അതാണ് ഇഅ്തികാഫ് തേടുന്നത്. ഇഅ്തികാഫിരിക്കുന്നവൻ ചെയ്യേണ്ടുന്ന അമലുകൾ, ഇഅ്തികാഫിരിക്കേണ്ടുന്നവൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഇഅ്തികാഫിരിക്കേണ്ട ഇടം,
ഇഅ്തികാഫിൻ്റെ പുണ്യം ഇതൊക്കെ തേടുന്ന വചനമാണ്. വലാ തുബാശിറൂഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്. അതുമായി ബന്ധപ്പെട്ട ചില മസലകൾ, ആയത്തിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ തുടർന്ന് പഠിക്കാം ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.